വീണ്ടും വിദ്വേഷ പരാമർശവുമായി ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബൈ. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ്.വൈ. ഖുറേഷി മുസ്ലിം കമ്മീഷണർ ആയിരുന്നുവെന്നാണ് ദുബൈ ആരോപിച്ചത് അല്ലെങ്കിൽ ആക്ഷേപിച്ചത്. വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ ദുബൈക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം ദുബൈയെ പിന്തുണച്ച് കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ രംഗത്ത് വന്നു. സുപ്രീം കോടതിക്കെതിരെ ദുബൈ പറഞ്ഞത് ശരിയാണെന്ന് ബംഗാളിലെ ബി.ജെ.പി. നേതാവ് അഗ്നിമിത്ര പോൾ പറഞ്ഞു. വഖഫ് നിയമത്തിനെതിരെയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ്.വൈ. ഖുറേഷിയുടെ എക്സ് പോസ്റ്റിന് മറുപടിയിലാണ് നിഷികാന്ത് ദുബൈയുടെ വിദ്വേഷ പരാമർശം. എസ്.വൈ. ഖുറേഷി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നില്ലെന്നും മുസ്ലിം കമ്മീഷണർ ആയിരുന്നെന്നുമാണ് ദുബൈയുടെ പരാമർശം. ഖുറേഷി അധികാരത്തിലിരുന്ന 2010 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ ജാർഖണ്ഡിലെ സന്ഥാൽ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ ഐഡികൾ നൽകിയെന്നും ദുബൈ ആരോപിച്ചു. ഇന്ത്യയിൽ ഇസ്ലാം മതം എത്തുന്നതിന് മുമ്പ് ഇന്ത്യ ഹിന്ദുക്കളടക്കമുള്ള മറ്റു വിഭാഗങ്ങളുടേതായിരുന്നെന്നും ദുബൈ പരാമർശമുയർത്തി. അതേസമയം ദുബൈയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ബി.ജെ.പി. നേതൃത്വം തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിക്കെതിരെയും ചീഫ് ജസ്റ്റിസിനെതിരെയും ഉയർത്തിയ വിമർശനം വിവാദമായി കത്തിനിൽക്കുന്നതിനിടയിലാണ് ദുബൈ വീണ്ടും പരാമർശം നടത്തിയത്. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ പ്രസ്താവനയിൽ ദുബൈക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സുപ്രീം കോടതിക്കെതിരെയുള്ള ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിനെതിരെയും പ്രതിഷേധം ഉയർന്നു. കോടതിയലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ അറ്റോർണി ജനറലിന് മുമ്പാകെ ഹർജി സമർപ്പിച്ചു. സുപ്രീം കോടതിയെയും ജഡ്ജിമാരെയും അവഹേളിച്ചതിൽ കേസെടുക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ദില്ലി.